ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സ്ലീഹകാലം 2-ാം ഞായർ. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. മറിയത്തിന്റെയും അവളുടെ സഹോദരി മർത്തായുടെയും ഗ്രാമത്തിൽ നിന്നുള്ള ഒരുവൻ, ബഥാനിയായ ലാസർ, രോഗബാധിതനായി. ഈ മറിയമാണ് കർത്താവിനെ പരിമളതൈലം പൂശുകയും തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടയ്ക്കുകയും ചെയ്തത്. അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു അസുഖം ബാധിച്ച് കിടപ്പിലായത്. കർത്താവെ, ഇത് അങ്ങേക്ക് പ്രിയപ്പെട്ടവൻ രോഗം ബാധിച്ച് കിടക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു. അത് കേട്ടിട്ട് യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. യേശു മർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയായി കിടപ്പിലാണെന്ന് കേട്ടിട്ടും യേശു ആയിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം പാർത്തു. അതിനുശേഷം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യഹൂദയിലേക്ക് പോകാം. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, റബ്ബി, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ ഭാവിക്കുകയായിരുന്നല്ലോ, നീ വീണ്ടും അവിടെ പോവുകയാണോ? യേശു പ്രതിവചിച്ചു, പകലിന് 12 മണിക്കൂർ ഇല്ലേ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറി വീഴുന്നില്ല. രാത്രിയിൽ നടക്കുന്നവനോ ഇടറി വീഴുന്നു, കാരണം അവന് വെളിച്ചമില്ല. ഇക്കാര്യങ്ങൾ അവൻ പ്രതിപാദിച്ചു. അനന്തരം അവൻ അവരോട് പറഞ്ഞു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, എങ്കിലും ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, കർത്താവേ, അവൻ ഉറങ്ങുന്നുവെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. യേശുവാകട്ടെ അവന്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, എന്നാൽ ഉറക്കമെന്ന നിദ്രയെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ ഇടയാകുമല്ലോ. എങ്കിൽ നമുക്ക് അവന്റെ അടുക്കലേക്ക് പോകാം. ദീദിമോസ് എന്നു പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം. ഈ തിരുവചനത്തില് ഏറ്റവും അവസാനത്തെ 16-ാമത്തെ തിരുവചനം, യോഹന്നാന്റെ സുവിശേഷം 11:16. ദീദിമോസ് എന്നു പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം. സഹശിഷ്യന്മാരോട് അങ്ങനെയാണ് യോഹന്നാൻ ശ്ലീഹ എഴുതിയിരിക്കുന്നത്. തോമസ്, ദീദിമോസ് എന്നു പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് പറഞ്ഞു. സഹശിഷ്യന്മാരോട്. പുതിയ നിയമത്തില് ഇവിടെ മാത്രമാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്ക് ഭാഷയില് സ്യുമത്തറ്റേസ് എന്നാണ്. സ്യുമത്തറ്റേസ്. മത്തറ്റേസ് എന്ന് പറഞ്ഞാൽ ശിഷ്യൻ എന്നർത്ഥം. സ്വിൻ എന്ന് പറഞ്ഞാൽ കൂടെ. നമ്മൾ സിന്തസിസ് എന്ന് പറയല്ലോ, സിനോപ്സിസ്, സിന്തസിസ്. സ്വിൻ എന്ന് പറഞ്ഞാൽ സഹ അല്ലെങ്കിൽ കൂടെ. മത്തറ്റേസ് എന്ന് പറഞ്ഞാൽ ശിഷ്യൻ. സിമത്തറ്റേസ് എന്ന് പറഞ്ഞാൽ കൂടെയുള്ള ശിഷ്യൻ, സഹശിഷ്യൻ എന്നർത്ഥം. സഹശിഷ്യൻ. തോമസ്, ദീദിമസ് എന്ന് പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട്, പത്രോസ് ഉൾപ്പെടെയുള്ള സഹശിഷ്യന്മാരെ, അത് യേശുവിന്റെ ശിഷ്യന്മാരെ തോമസ് ലീഗ കണക്കാക്കുന്നത് സഹശിഷ്യന്മാരായിട്ടാണ്. ഈശോ മിശിഹായുടെ ശിഷ്യന്മാരെ തോമസ് ലീഗ കണക്കാക്കുന്നത് സഹശിഷ്യന്മാരായിട്ടാണ്. 12 പേരിൽ ഒന്നാമെണ്ണം പത്രോസ് എന്ന് മത്തായി 10:2 കാണാം. 12 പേരിൽ ഒന്നാമനാണ് പത്രോസ്. നേതാവായിരുന്നു പത്രോസ്. ലൂക്കാസ് 22:32. ഈശോ മിശിഹ നേരിട്ട്, സാക്ഷാൽ ഇടയനായ ഈശോ മിശിഹ നേരിട്ട് സഭയുടെ മുഖ്യ ഇടയനായിട്ട് നിയമിച്ചത് പത്രോസിനെയാണ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. ഈശോ മിശിഹ തിരുസഭ എന്ന കത്തോലിക്ക സഭയെ സ്ഥാപിച്ചത് ഈ പത്രോസാകുന്ന പാറപ്പുറത്താണ്. ഇതൊക്കെ ശരിയാ, ഇതൊക്കെ ബൈബിളിലുള്ളതാ. പക്ഷെ ആ പത്രോസ് ഉൾപ്പെടെയുള്ള ഈശോയുടെ ശിഷ്യന്മാരെ തോമസ് കണക്കാക്കുന്നത് സഹശിഷ്യന്മാർ, തന്റെ സഹശിഷ്യന്മാർ എന്നാണ്. സഹപ്രവർത്തകർ നമ്മൾ പറയില്ലേ, അതുപോലെ സഹശിഷ്യന്മാർ. ദീദിമസ് എന്ന പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് പറഞ്ഞു, ഈ പത്രോസ് ഒന്നാമനാണ്, 12 പേരിൽ ഒന്നാമനാണ്. അവന്റെ ആ പാറപ്പുറത്താണ് സഭ പണിതത്, മുഖ്യ ഇടയനാണ്. ഒക്കെ ശരി തന്നെ. എങ്കിലും തോമസ് ലീഗയെ സംബന്ധിച്ച് അവൻ ഒരു സഹപ്രവർത്തകൻ പോലെ സഹശിഷ്യനാണ്. ഈശോയുടെ ശിഷ്യനാണ്, സഹശിഷ്യനാണ്. പത്രോസിനെ സഹശിഷ്യന്മാരുടെ ഗണത്തിലാണ് തോമസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കത്തോലിക്ക സഭയുടെ ഘടനയിലേക്ക് കൈചൂണ്ടുന്നുണ്ട്. തുല്യരിൽ ഒന്നാമനാണ് പത്രോസ് എന്നതുപോലെ കത്തോലിക്ക സഭയിലെ സഹസഭകളിൽ ഒന്നാമത്തേതാണ് പത്രോസിന്റെ സഭയായ ലത്തീൻ സഭ, പാശ്ചാത്യ സഭ. കത്തോലിക്ക സഭയിലെ സഹസഭകളിൽ ഒന്നാണ്
പത്രോസിന്റെ സഭയായ പാശ്ചാത്യ സഭ. തോമസിന്റെ സഭ പത്രോസിന്റെ സഭയുടെ സഹസഭയാണ്. സഹസഭ. അപ്പൊ ഇത് ഘടനയിലേക്ക് മാത്രമല്ല, കത്തോലിക്ക സഭയുടെ സ്വഭാവത്തിലേക്കും വെളിച്ചം വീശുന്നു. എന്താണ് കത്തോലിക്ക സഭയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ? അതൊരു കൂട്ടായ്മയാണ്, ഒരു ഫെഡറൽ സിസ്റ്റമാണ്. ഒരു ഫെഡറൽ സിസ്റ്റം. അതായത് ഇപ്പോ കത്തോലിക്ക സഭയിൽ 24 സഭകളുണ്ട്. തുല്യ അവകാശങ്ങളുള്ള, തുല്യ ഭരണ സംവിധാനമുള്ള 24 സഭകള്. അപ്പോൾ സഹസഭകള്, അതില് മുഖ്യമായ ഇല്ലേ 1-ാം സ്ഥാനം പത്രോസിന്റെ സഭ. അതാണ് ലത്തീൻ സഭ. മറ്റ് സഭകൾക്ക് തുല്യ അവകാശങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ 2-ാം വത്തിക്കാൻ സൂനോദോസ് പറയുന്നു, 2-ാം വത്തിക്കാൻ സൂനോദോസ് പറയുമ്പോൾ അത് പാശ്ചാത്യ സഭയെ ബാധിക്കുന്ന വകുപ്പുകളുണ്ട്, എല്ലാ സഭകളെയും ബാധിക്കുന്ന വകുപ്പുകളുണ്ട്, പൗരത്വ സഭകളെ ബാധിക്കുന്ന വകുപ്പുകളുണ്ട്. ഇത് തിരിച്ചറിവില്ലാതെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പത്രോസിന്റെ സഭയെ മാത്രം ബാധിക്കുന്ന ചില സംഗതികളുണ്ട്. അത് പൗരത്വ സഭകളെ ബാധിക്കുന്നതല്ല. അത് തിരിച്ചറിയാനുള്ള വിവേകം നമുക്ക് വേണം. സഭാ നേതൃത്വം ഏത് വകുപ്പ് ആരെ ഏത് സഭയെ ബാധിക്കുന്നെന്ന് ജനങ്ങളെ പഠിപ്പിക്കും വേണം. പഠിപ്പിച്ചാൽ മാത്രം പോരാ, അത് പഠിക്കും വേണം. പലപ്പോഴും ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. എന്നോട് നിങ്ങളിത് പറയരുത്. ഞാൻ അനേകം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണാത്തതും കേൾക്കാത്തതും നിങ്ങളുടെ കുറ്റമാണ്. നിങ്ങൾ കാണാത്തതും കേൾക്കാത്തതും നിങ്ങളുടെ കുറ്റമാണ്. ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾ ഇപ്പോഴെങ്കിലും പറയരുത്. ഈ ആരെങ്കിലും തെറി പറഞ്ഞാൽ ആ വീഡിയോ മാത്രം കേൾക്കാൻ വരികയും നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്ന വീഡിയോ കേൾക്കാതിരിക്കുകയും ചെയ്യുന്നത് അതൊരു പൈശാചിക നിലപാടല്ലേ? നല്ല കാര്യങ്ങൾ പഠിക്കണ്ടേ? വചനപ്രഘോഷണം കേൾക്കണ്ടേ? വചനങ്ങൾ അർത്ഥം പഠിക്കണ്ടേ? ഇപ്പൊ ഞാൻ ഈ സഹശിഷ്യന്മാരോടെന്നുള്ള വാക്ക്, സിം മത്തേറ്റസ് എന്ന വാക്ക് ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇത് നിങ്ങൾ പഠിക്കുകയും എഴുതിയെടുക്കുകയും നാളെ ഒരു ചർച്ച വരുമ്പോൾ അവരോട് ഉപയോഗിക്കുകയും വേണ്ടേ? അല്ലാതെ ഞങ്ങളിത് കേട്ടിട്ടില്ല, ഞങ്ങളിത് പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങൾക്കത് അറിയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് കൈ കഴുകാൻ പറ്റുമോ? അജ്ഞതയുടെ ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. ഈ എല്ലാ കാര്യങ്ങളും സെമിനാരി പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. കുറച്ച് കാര്യങ്ങളെ പറ്റൂ. നമ്മൾ സ്വയം പഠിക്കണം, നമ്മൾ നമ്മെ തന്നെ പഠിപ്പിക്കണം. അതിനൊക്കെ താല്പര്യം വേണം. അപ്പോഴാണ് ഈ ദൈവശാസ്ത്ര ചർച്ചകളിലാണെങ്കിലും ലിറ്ററേച്ചർ ചർച്ചകളിലാണെങ്കിലും വചനത്തെക്കുറിച്ച ചർച്ചകളിലാണെങ്കിലും ഡോക്മ സൈദ്ധാന്തിക കാര്യങ്ങളാണെങ്കിലും വിശ്വാസ പ്രമാണത്തെക്കുറിച്ചാണെങ്കിലും ഒക്കെ നമുക്ക് വിവരമുണ്ടാകും. അല്ലാതെ ഒരു വിഭാഗത്തിന്റെ മാത്രം അതും അവർ തെറ്റായ ഒരു ദൈവശാസ്ത്രം പഠിച്ചു വെച്ചിട്ട് അത് മാത്രം കേട്ടിട്ട് ഈ ശരിയായ ദൈവശാസ്ത്രത്തെ തള്ളിപ്പറയുന്നത്, എന്നിട്ട് ഞങ്ങൾക്കത് അറിയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഒരു സ്വയം ന്യായീകരിക്കുന്നത് അത് ശരിയായ നിലപാടല്ല. അത് ഞാൻ ആവർത്തിക്കുകയാണ്. അതായത് സഭകളുടെ കൂട്ടായ്മയാണ് എന്നുള്ളത് ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ബൈബിളിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തോമായുടെ സിംഹാസനം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പുസ്തകമുണ്ട്. പത്രോസിന്റെ സിംഹാസനം പോലെ തോമായുടെ സിംഹാസനമുണ്ട്. ആ പുസ്തകം ഒന്ന് വായിക്കൂ. അത്ര വലിയ പുസ്തകമൊന്നുമല്ല. അപ്പോൾ എന്തുകൊണ്ട് തോമാസ് ലീഹായെ കുറിച്ച് വിശദമായിട്ട് യോഹന്നാൻ സുവിശേഷത്തിൽ മാത്രം? അപ്പൊ യോഹന്നാന്റെ സുവിശേഷവും യോഹന്നാനും തോമസും തമ്മിൽ എന്തൊരു ബന്ധമുണ്ട്? അല്ലെങ്കിൽ തോമസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മറ്റു സുവിശേഷകന്മാർ വിട്ടുകളയുകയും യോഹന്നാൻ അത് വിട്ടുകളഞ്ഞെന്ന് കണ്ടിട്ട് അത് എഴുതുകയും ചെയ്തു. എന്തുകൊണ്ട്? ഇതിനൊക്കെ ഒരു പ്രത്യേകമായ കാരണങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ആ തോമായുടെ സിംഹാസനം എന്ന പുസ്തകത്തിൽ തെളിവ് സഹിതം തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കുറച്ച് പൈസ അതിനുവേണ്ടി ചെലവിട്ട് ആ പുസ്തകം ഒന്ന് വാങ്ങിച്ച് വായിക്കൂ. തോമാസ് ലീഗയോടും സുറിയാനി സഭയോടും സീറോ മലബാർ സഭയോടും ഒരു അല്പം സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.